നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യത്തിന് തുടക്കം. ദൗത്യം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ. വൈശ്ശേരി വെറ്റിലപ്പാറ മേഖലയിൽ ദൗത്യസംഘം 6ഓളം കാട്ടാനകളെ കണ്ടെത്തി. കാട്ടാനകളെ തുരത്തി വീണ്ടും കാട്ടിലേക്ക് അയച്ചു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നവീകരണം സമഗ്ര അന്വേഷണം വേണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി. വറോഡ് ഭാഗത്ത് കരിങ്കൽ കൊണ്ട് നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തി അശാസ്ത്രീയമാണെന്നും ഇത് വളരെ പെട്ടെന്ന് തകരാൻ സാധ്യതയുണ്ടെന്നും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും ആവശ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് തുകയേക്കാൾ 15% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഊരാളുങ്കൽ കമ്പനിയുടെ അപേക്ഷ നിരസിക്കണമെന്നും ഇത് സർക്കാരിന് വൻ നഷ്ടം വരുത്തിവെക്കുമെന്നും മുസ്ലിം ലീഗ്. വാണിജ്യ സിലിണ്ടറിനും മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി മേഖലകൾ പ്രതിസന്ധിയിൽ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കച്ചവടക്കാർ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിടുന്ന വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഭയത്തോടെ. കെട്ടിടം പുതുക്കി പണിയാൻ അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് പരാതി. മഴ പെയ്താൽ കമ്പ്യൂട്ടറുകളും മറ്റു വിലപ്പെട്ട രേഖകളും നനയാതെ സൂക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് ജീവനക്കാർ. വില്ലേജ് പുതുക്കി പണിയുന്നത് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ വിപത്തായിരിക്കും ഫലമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അതിരപ്പിള്ളിയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യം ആരംഭിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനായിട്ടാണ് ദൗത്യം. ദൗത്യസംഘം വൈശ്ശേരി വെറ്റിലപ്പാറ മേഖലയിൽ ഇറങ്ങിയ 6 കാട്ടാനകളെ കണ്ടെത്തി. പിന്നീട് പടക്കം പൊട്ടിച്ച് ഇവയെ കാട്ടിലേക്ക് തുരത്തി അയക്കുകയായിരുന്നു. അതിരപ്പിള്ളിയിലെ ആളെക്കൊല്ലി കാട്ടാനയെ കണ്ടെത്തിനുള്ള വനംവകുപ്പിന്റെ ദൗത്യത്തിനാണ് ചൊവ്വാഴ്ച മുതൽ തുടക്കമായത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ അതിരപ്പിള്ളി മേഖലയിൽ കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടപ്പെട്ടത് 10 പേർക്കാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര ദൗത്യത്തിന് 100 പേരടങ്ങുന്ന ദൗത്യസംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചത്. അതിരപ്പള്ളി, വൈശ്ശേരിയിൽ, വെറ്റിലപ്പാറ മേഖലകളിൽ ചൊവ്വാഴ്ച രാവിലെ കണ്ട 6 ആനകളെ വനംവകുപ്പ് ദൗത്യത്തിന്റെ ഭാഗമായി കാട്ടിലേക്ക് തുരത്തി അയച്ചു. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സംഘം തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ ഏഴാറ്റിമുഖം 17-ാം ബ്ലോക്കിലും 4 കാട്ടാനകളെ ദൗത്യസംഘം കണ്ടെത്തി. തുടർച്ചയായി പടക്കം പൊട്ടിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 4 ആനകളെയും കാടുകയറ്റിയത്. അതിരപ്പള്ളി വൈശ്ശേരിയിലെ കർഷകനായ മോഹനന്റെ ജീവനെടുത്ത ആനയെ തുരത്താനുള്ള ദൗത്യം കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പ്രഖ്യാപിച്ചത്. തുടർച്ചയായ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മോഹനെ കൊലപ്പെടുത്തിയ ആനയെ ഉൾപ്പെടെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആനകളെ കാടുകയറ്റുക എന്നതാണ് ദൗത്യസംഘത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നവീകരണം സമഗ്ര അന്വേഷണം വേണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വറോഡ് ഭാഗത്ത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി അശാസ്ത്രീയമാണെന്നും ഇത് വളരെ പെട്ടെന്ന് തകരാൻ സാധ്യതയുണ്ടെന്നും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് തുകയേക്കാൾ 15% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഊരാളുങ്കൽ കമ്പനിയുടെ അപേക്ഷ നിരസിക്കണമെന്നും ഇത് സർക്കാരിന് കടുത്ത നഷ്ടം വരുത്തിവെക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലും നിലവാരം കുറഞ്ഞതുമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. 2 വർഷത്തോളമായി ആരംഭിച്ച ഈ റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തണം. ഈ റോഡിലെ വരോട് ഭാഗത്ത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി അശാസ്ത്രീയമാണെന്നും ഇത് വളരെ പെട്ടെന്ന് തകരാൻ സാധ്യതയുണ്ടെന്നും ഇതിനു പകരം കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കണമെന്നും വളരെ മുമ്പ് തന്നെ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ മുസ്ലിം ലീഗ് അംഗം PM ജലീൽ ആവശ്യപ്പെട്ടുള്ളതാണെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രേഖാമൂലം കത്തുകൾ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ചെയ്തുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സുരക്ഷിതമായ മാർഗമെന്ന് കാണിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് രേഖാമൂലം കത്ത് നൽകിയിട്ടുള്ളതുമാണ്. ഈ പ്രവൃത്തിയാണ് റോഡ് നവീകരണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ഈ സാഹചര്യത്തിൽ കിഫ്ബി പദ്ധതി പ്രകാരം 54 കോടി രൂപ ചിലവഴിച്ച് ഒറ്റപ്പാലം കീഴൂർ റോഡ് വരെയുള്ള 11 കിലോമീറ്റർ റോഡിൻ്റെ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയവും ഗുണനിലവാരം കുറഞ്ഞതുമാണെന്നാണ് ലീഗ് നേതാക്കളുടെ പരാതി. ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
54 കോടി രൂപ ആവശ്യപ്പെട്ട് നൽകിയ കരാറ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവസാനിച്ചു. മാർച്ച് മാസത്തിൽ അവസാനിച്ചപ്പോൾ വീണ്ടും 6 മാസത്തേക്ക് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 23-നാണ് ആ കരാറിന്റെ കാലാവധി അവസാനിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഊരാളുങ്കൽ കമ്പനി 15% സംഖ്യ കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 15% എന്ന് പറയുന്നത് 8 കോടി രൂപ, 54 + 8 62 കോടി രൂപയാണ് ഇപ്പൊ ഇതിന്റെ എസ്റ്റിമേറ്റ് തുകയായി മാറുന്നത്. മാത്രമല്ല, ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വരോട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം തകർന്ന ഭാഗം കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ കൃത്യമായി രേഖാമൂലം എഴുതി കൊടുത്തു. ഈ റോഡിന്റെ സൈഡ് ഭിത്തിയുടെ നിർമ്മാണം അത് അശാസ്ത്രീയമാണ്, തകരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്ത കത്തിന്റെ പകർപ്പാണ് ഇത്. എഴുതി കൊടുത്ത കത്തിന്റെ പകർപ്പാണ്. അന്ന് ഈ പൊതുമരാമത്ത് വകുപ്പ് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇത് നിർമ്മാണ മേഖലയ്ക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള പ്രവൃത്തിയാണ് നടന്നു വരുന്നത്, അതുകൊണ്ട് ഇതൊരിക്കലും തകരില്ല, ഇത് അശാസ്ത്രീയമല്ല എന്ന് നൽകിയ മറുപടിയാണ്. ഞങ്ങളുടെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് തുകയിൽ 15% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഊരാളുങ്കൽ കമ്പനിയുടെ അപേക്ഷ നിരസിക്കേണ്ടതാണെന്നും ഇത് സർക്കാരിന് കനത്ത നഷ്ടം വരുത്തിവെക്കുമെന്നും നേതാക്കൾ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് PM.A. ജലീൽ, ജനറൽ സെക്രട്ടറി M. ഉമ്മർ ഫാറൂഖ്, PP മുഹമ്മദ് ഖാസിമെ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിജ്യ സിലിണ്ടറിനും മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി മേഖലകൾ പ്രതിസന്ധിയിൽ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് മേഖലയിലെ കടയുടമകൾ പറയുന്നു. വാണിജ്യവാതക സിലിണ്ടറിനും മിൽമയ്ക്കും വില വർദ്ധിച്ചതോടെയാണ് ഹോട്ടൽ, കാറ്ററിംഗ് മേഖല പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാചകവാതക സിലിണ്ടറിന് ജൂൺ 1-ന് 46 രൂപയാണ്. ജനുവരി മാസം മുതൽ ജൂൺ 1 വരെയായി 7 തവണകളിലാണിപ്പോൾ പാചകവാതക സിലിണ്ടറിന് മാത്രം വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുതന്നെ വല്ലാത്ത തിരിച്ചടിയായിരിക്കുമ്പോഴാണ് ഇപ്പോൾ മിൽമ പാലിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ വില വർധനവിന് കടയുടമകൾക്ക് താങ്ങാനാവുന്നില്ല. ഇതിന് പുറമെയാണ് കേരളത്തിൽ മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. 4 രൂപയാണ് ഒരു പാക്കറ്റിന് വില വർദ്ധിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രതിസന്ധിയിലാണെന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും കടയുടമകൾ പറയുന്നു. ജീവിതം വഴിമുട്ടുന്നൊരവസ്ഥ. പാചകം ചെയ്യാൻ ഗ്യാസിനാണെച്ചാൽ അന്യായ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ പാല് വർദ്ധിച്ചു. ഞങ്ങളുടെ മേഖല ആകെ തകർന്ന് തരിപ്പണമാവും. ഞങ്ങൾക്കാണെച്ചാൽ വില കൂട്ടുക പറഞ്ഞ് എത്ര കണ്ട് കൂട്ടാൻ കഴിയും? നിസ്സാരക്കാരായ ജനങ്ങളിൽ വലയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ സർക്കാരായാലും ആരായാലും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സാധനങ്ങൾക്ക് എത്രമാത്രം വില വർദ്ധിപ്പിക്കുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കടയുടമകൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പള്ളിയിൽ കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണിയിലായ വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ഭയത്തോടെയാണ് ജോലി ചെയ്യുന്നത്. കെട്ടിടം പുതുക്കി പണിയാൻ അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് പരാതി. മഴ പെയ്താൽ കമ്പ്യൂട്ടറുകളും വിലപ്പെട്ട രേഖകളും നനയാതെ സൂക്ഷിക്കാൻ പാടുപെടുകയാണ് ജീവനക്കാർ. വില്ലേജ് പുതുക്കി പണിയുന്നത് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ വിപത്തായിരിക്കുമെന്ന് നാട്ടുകാരും പറയുന്നു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ പരുത്തിപ്പള്ളിയിലുള്ള നമ്പർ 1 വില്ലേജ് ഓഫീസിലാണ് ജീവനക്കാരെയും പലവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന പൊതുജനങ്ങളെയും ആശങ്കയിലാക്കുന്നത്. 1986 ഓഗസ്റ്റ് മാസം 30-ന് VS വിജയരാഘവൻ MP ഉദ്ഘാടനം ചെയ്ത നമ്പർ 1 വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയിൽ വിള്ളൽ വീണ് ചോർച്ചയായിട്ട് വർഷങ്ങളായി. പല ഭാഗങ്ങളിലും കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ സിമന്റ് തേപ്പടർന്നു വന്നിട്ടുണ്ട്. ചുമരുകൾ വിണ്ടുകീറിയതും പ്രശ്നമാണ്. കമ്പ്യൂട്ടറും വിലപ്പെട്ട രേഖകളും നനയാതെ സൂക്ഷിക്കാൻ ജീവനക്കാർ പെടാപ്പാടുപെടുകയാണ്. അപകടാവസ്ഥയിലുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയെങ്കിലും പുതിയ കെട്ടിടം പണിയാൻ സ്ഥലമില്ലെന്ന് വാദമുന്നയിച്ച് ആലത്തൂർ തഹസിൽദാർ നിരസിക്കുകയായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ഇത്രയൊന്നും കേടുപാടുകളില്ലാത്ത പെരിങ്ങോട്ടുകുറിശി നമ്പർ 2 വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ അനുമതി ലഭിച്ചതായും പറയുന്നു. സ്ഥലമില്ലെന്ന കാരണം പറഞ്ഞ് നാശഭീഷണിയായ വില്ലേജ് ഓഫീസ് പുതുക്കി പണിയുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ വലിയ വിപത്തായിരിക്കും ഫലമെന്നും നാട്ടുകാരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അസം ദമ്പതികളുടെ 4 മക്കൾ ഇനി മലയാളവും പഠിക്കും. ഒറ്റപ്പാലം ചുരങ്ങാട് MSVM UP സ്കൂളിലാണ് 4 പേർ ഒരുമിച്ച് പ്രവേശനം നേടിയത്. വയസ്സു പരിഗണിച്ച് ഇവരെ ഏതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്ന് അധികൃതരുമായി സംസാരിച്ച് തീരുമാനമെടുക്കുമെന്ന് പ്രധാന അധ്യാപിക B. നിത പറഞ്ഞു. അസം മോറേ ഗാവോൺ സ്വദേശികളായ ജിയാബുർ റഹ്മാൻ, മോർജിന ബീഗം ദമ്പതികളുടെ മക്കളാണ് ആദ്യമായി അക്ഷരാഭ്യാസം നേടാൻ സ്കൂളിൽ പഠിതാക്കളായി എത്തിയത്. 13 വയസ്സുള്ള ജമീം ബീഗം,
7ാം ക്ലാസ്സിലും 10 വയസ്സുള്ള റാഫുൽ അമീൻ 5ാം ക്ലാസ്സിലുമാണ് പഠിക്കുക. 8ാം വയസ്സുള്ള സക്കീബ് ഇസ്ലാം 3ാം ക്ലാസ്സിലും 4 വയസ്സുള്ള മറിയ ബത്തൂൽ LKGയിലും പഠിക്കും. അതിഥി തൊഴിലാളികളായ ദമ്പതികൾ ബാംഗ്ലൂരിൽ തൊഴിലില്ലാത്തതിനെ തുടർന്ന് 6 മാസം മുൻപാണ് ചുനങ്ങാട് എത്തിയത്. ചുനങ്ങാട് കല്ലടി പഴങ്കുളത്തിൽ അബ്ദുൾ സമദിൻ്റെ കോഴിഫാമിലെ ജീവനക്കാരാണ് ദമ്പതികൾ. ഇടയ്ക്കിടെ സ്ഥലം മാറി തൊഴിലെടുക്കുന്നതിനാൽ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചുനങ്ങാട് എത്തിയ ഇവരോട് സമ്മതാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. കുട്ടികളെ പഠിക്കാൻ വിട്ടില്ലെങ്കിൽ മറ്റ് സ്ഥലത്ത് ജോലി തേടിക്കൊള്ളാൻ അറിയിച്ചതായി സമ്മദ് പറഞ്ഞു. തുടർന്നാണ് 4 പേരും സ്കൂളിലെത്തുന്നത്. ജമീം ബീഗം, റാഫുൽ അമീൻ, സക്കീബ് ഇസ്ലാം എന്നിവർ ഇതേവരെ സ്കൂളിൽ പഠിച്ചിട്ടില്ല. വയസ്സ് പരിഗണിച്ച് ഇവരെ ക്ലാസ്സുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അധികൃതരുമായി സംസാരിച്ച് ഇവരെ ഏതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കുമെന്ന് പ്രധാന അധ്യാപിക ബി നീത പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് തന്നെ 9 വർഷത്തിലേറെയായി. നമ്മുടെ ഈ സ്കൂളിൽ ധാരാളം അതിഥി തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഈ വർഷം തന്നെ, ഈ ഒരു അധ്യയന വർഷത്തിൽ തന്നെ ഈ സ്കൂളിൽ 6ലധികം കുട്ടികൾ അതിഥി തൊഴിലാളികളുടെ മക്കളായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഒരു കാർഷിക രംഗമായിരുന്നു പ്രധാന ഒരു ഉപജീവനെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ കച്ചവടങ്ങളായിട്ടും ഹോളോ ബ്രിക്സ്, ഹോട്ടൽ ജീവനക്കാരെ തുടങ്ങി ധാരാളം ചെറുകിട വ്യവസായക്കാർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവിടേക്ക് ജോലിക്ക് വരുന്ന അതിഥി തൊഴിലാളികളെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർബന്ധിച്ചിട്ട് അവരുടെ മക്കളെ നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിനായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ സ്കൂളിലേക്ക് ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികളുടെ മക്കളെ പറഞ്ഞയക്കുന്നത്. അതിൽ അവർ പൂർണ്ണ സംതൃപ്തരാണ്. ഞങ്ങൾ അവരെ മാറ്റി നിർത്താതെ ഞങ്ങളിൽ ഒരാളായി കണ്ടിട്ട് ആ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം ഇവിടുന്ന് നൽകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സംതൃപ്തി കാരണം അവരുടെ കുടുംബത്തിലും നിന്നും ഇവിടെ നാട്ടിലെത്തിച്ചേരുന്ന ആളുകളുടെ കുട്ടികളെ വരെ അതിഥി തൊഴിലാളികൾ സ്വമേധയാ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആത്മീയ നേതൃത്വ സംവിധാനമായ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളും പ്രാധാന്യവും ഓർമ്മിപ്പിച്ച് പാഞ്ഞാൾ വല്ലങ്ങിപ്പാറയിലെ മസ്ജിദ് വാദിയിൽ ഖിലാഫത്ത് ദിനാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. വഖഫ് ജമീദ് മാൽ അഖിലേന്ത്യാ പ്രസിഡന്റ് മൗലവി കെ നാസിർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ലോകമെമ്പാടുള്ള അഹമ്മദി മുസ്ലിങ്ങൾ വർഷം തോറും ആചരിക്കുന്ന ഖിലാഫത്ത് ദിനത്തിൻ്റെ ഭാഗമായാണ് പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖിലാഫത്ത് ദിനാചരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ടി റിയാസ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫയാസ് അഹമ്മദ് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. മസ്തൂർ അഹമ്മദ് പദ്യാലാപനവും നടത്തി. പഞ്ചാബിലെ ഖാദിയിൽ നിന്ന് എത്തിയ വഖഫ് ജദീദ് മാൽ അഖിലേന്ത്യാ പ്രസിഡന്റ് മൗലി കെ നാസിർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് അതിനോടൊപ്പം പൊട്ടി നിൽക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് ഏവർക്കും നമ്മുടെ മരണം വരെ ഖിലാഫത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അടുത്തതായി സമ്മാനദാനം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കായിക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ ഖിലാഫത്ത് പ്രതിജ്ഞ മനഃപ്പാടമാക്കിയ അംഗങ്ങളെയും ചടങ്ങിൽ പ്രത്യേകം അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലൂരിലെ സാമൂഹ്യ പ്രവർത്തകൻ വാസുദേവൻ നായരുടെ 1ാം ചരമവാർഷികം ഇറാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ഇറാം ഗ്രൂപ്പ് നേതൃത്വം നൽകിയ കല്ലൂരിലെ കുടിവെള്ള പദ്ധതിക്ക് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് കല്ലൂർ പത്തായത്തൊടി കളത്തിൽ വാസുദേവൻ നായരാണ്. വെള്ളമില്ലാത്ത പ്രതിസന്ധി വന്നപ്പോൾ അദ്ദേഹം നമ്മളെ വിളിക്കുകയും ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാം, ഈ നാട്ടിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥലം തരികയും ഏകദേശം നമുക്കറിയാം ഇന്നൊരു 100 താഴെ ആളുകൾ ആ വെള്ളം കുടിക്കുന്നുണ്ട്, കുടുംബങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് പലവരും പല അഭിപ്രായം പറഞ്ഞു. സ്ഥലം തന്ന് നമുക്ക് ഇതൊക്കെ സൗകര്യങ്ങളാവുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം വാക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാനോ എൻ്റെ മക്കളോ ഇതിലൊരു പ്രതിസന്ധി ഉണ്ടാവില്ല, ഈ കിണറ്റിൽ എന്ന് വെള്ളം ഉണ്ടാവുന്നതോ അന്ന് വരെ ഈ നാട്ടിലെ ആളുകൾക്ക് വെള്ളം കുടിക്കാം. 100 കുടുംബങ്ങൾക്ക് ഇന്നും ഈ പദ്ധതിയിൽ നിന്നാണ് കുടിവെള്ളം നൽകി വരുന്നത്. വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി ഇറാം ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ വെൽഫെയർ ട്രസ്റ്റ് പ്രതിനിധികളും വാസുദേവൻ്റെ ഭാര്യ ദേവയാനിയും മക്കളും ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ടാണ് 1ാം ചരമവാർഷികം വേറിട്ട രീതിയിൽ ആചരിച്ചത്. റിട്ടയർഡ് SI
MK സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KK റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ, വിജയൻ കല്ലൂർ, റസാഖ് പത്തിരിപ്പാല, സാമൂഹ്യ പ്രവർത്തക ലീല ബാലകൃഷ്ണൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. മക്കളായ പ്രദീപ് കുമാർ, പ്രസാദ്, രാംദാസ്, ഹരീഷ് കുമാർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 4 കാലുള്ള ഒരു കോഴി ഷൊർണൂരിലെത്തിയത് ജനങ്ങളിൽ കൗതുകമുണർത്തി. മണ്ണാർക്കാട് ഫാമിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ വിൽപ്പനയ്ക്കായി ഷൊർണൂർ മാർക്കറ്റിലെ ജാസ് ചിക്കൻ കടയിൽ എത്തിച്ച ലോഡ് ഇറക്കുന്നതിനിടെയാണ് 4 കാലുള്ള അത്ഭുത കോഴിയെ കണ്ടെത്തിയത്. 20 വർഷത്തോളമായി ഷൊർണൂരിലെ ഈ കോഴിക്കട ദിനംപ്രതി തമിഴ്നാട്ടിൽ നിന്ന് 2 ലോഡും മണ്ണാർക്കാടിൽ നിന്ന് 1 ലോഡുമായി ബോയിലർ ഇനത്തിൽപ്പെട്ട ഇറച്ചിക്കോഴികളെ ജാസിമിന്റെ കോഴിക്കടയിൽ എത്തിക്കാറുണ്ട്. എന്നാൽ 20 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അനുഭവമെന്ന് ജാസിം പറഞ്ഞു. സാധാരണഗതിയിൽ 4 കാലുള്ള കോഴി വർഗ്ഗങ്ങളില്ല. ജനിതക വ്യതിയാനം അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിലുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ കാരണം അപൂർവമായി 4 കാലുകളുമായി കോഴിക്കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. സാധാരണയായി ഉണ്ടാകേണ്ടതിലും കൂടുതൽ അവയവങ്ങൾ വളരുന്ന ഒരു ജനിതക വൈകല്യമാണിത്. കോഴികളിൽ മാത്രമല്ല മറ്റ് മൃഗങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കോഴികൾക്ക് സാധാരണ കാലുകളുടെ അടുത്തായിട്ടായിരിക്കും മറ്റ് 2 കാലുകൾ കൂടി വളരുക. മിക്കപ്പോഴും ഈ അധികമായി വരുന്ന കാലുകൾക്ക് പൂർണ്ണ വളർച്ചയോ ചലനശേഷിയോ ഉണ്ടാകാറില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പഴയ ഗേറ്റ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രഥമ ജനറൽ ബോഡി യോഗം നടന്നു. ഷൊർണൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ രജിത ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ രൂപീകരണത്തോടനുബന്ധിച്ച് വിപുലമായ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്കായി ജനമൈത്രി സുരക്ഷാ ജാഗ്രത ക്ലാസ് നടത്തി. ചടങ്ങിൽ വെച്ച് പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും 80 വയസ്സ് തികഞ്ഞ കല്യാണി അമ്മയുടെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. കൂടാതെ ഈ വർഷത്തെ SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സോമൻ, വൈസ് പ്രസിഡന്റ് ശ്രീകുമാരി, സെക്രട്ടറി ബിന്ദു, ജോയിന്റ് സെക്രട്ടറി രാജേഷ്, ട്രഷറർ അജിത് കുമാർ എന്നിവരെയും കോർഡിനേറ്ററായി രാജേഷ് പോളിനെയും തിരഞ്ഞെടുത്തു. അഷ്കർ അലി, പ്രസന്ന ടീച്ചർ, അശോകൻ, മണികണ്ഠൻ, താഹിർ അബ്ബാസ്, രത്നകുമാരി, സൽമ ഇസ്മയിൽ, ഖാലിദ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല, കൗൺസിലർ രജിത എന്നിവർ അസോസിയേഷന്റെ രക്ഷാധികാരികളായിരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 2026 ജൂലൈ മാസം 1 ആരംഭിക്കുന്ന ദേശീയാടിസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റേഴ്സിനുമുള്ള പരിശീലന പരിപാടി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ തുടക്കമായി. 60 വീതം ആളുകളെ പങ്കെടുപ്പിച്ച് ക്ലസ്റ്ററുകളായാണ് പരിശീലനം നൽകുന്നതെന്നും തുടർ ദിവസങ്ങളിലും പരിശീലനം നൽകുമെന്നും സെൻസസ് 2027 പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പെരിങ്ങോട്ടുകുറിശി നമ്പർ 1 വില്ലേജ് ഓഫീസർ സന്ദീപ് മാത്തൂർ, CFD സ്കൂൾ അധ്യാപകരായ ദിവ്യ, ഇസഹാഖ് എന്നിവർ പറഞ്ഞു. സൂപ്പർവൈസേഴ്സിനും എന്യൂമറേറ്റേഴ്സിനാണ് ട്രെയിനിങ് നടക്കും. സെൻസസ് 2027 ട്രെയിനിങ് ആണ്. ഫീൽഡ് ട്രെയിനിങ് കഴിഞ്ഞു. സൂപ്പർവൈസേഴ്സിൻ്റെയും എന്യൂമറേറ്റേഴ്സിനും ട്രെയിനിങ് ആണ്. ജൂലൈ 1 മുതൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ കുറിച്ച് കൃത്യമായിട്ട് ഇവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ ഉദ്ദേശം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യത്തിന് തുടക്കം. ദൗത്യം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ. വൈശ്ശേരി വെറ്റിലപ്പാറ മേഖലയിൽ ദൗത്യസംഘം 6ഓളം കാട്ടാനകളെ കണ്ടെത്തി. കാട്ടാനകളെ തുരത്തി വീണ്ടും കാട്ടിലേക്ക് അയച്ചു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നവീകരണം സമഗ്ര അന്വേഷണം വേണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി. വറോഡ് ഭാഗത്ത് കരിങ്കൽ കൊണ്ട് നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തി അശാസ്ത്രീയമാണെന്നും ഇത് വളരെ പെട്ടെന്ന് തകരാൻ സാധ്യതയുണ്ടെന്നും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും ആവശ്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് തുകയേക്കാൾ 15% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഊരാളുങ്കൽ കമ്പനിയുടെ അപേക്ഷ നിരസിക്കണമെന്നും ഇത് സർക്കാരിന് വൻ നഷ്ടം വരുത്തിവെക്കുമെന്നും മുസ്ലിം ലീഗ്. വാണിജ്യ സിലിണ്ടറിനും മിൽമ പാലിനും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ബേക്കറി മേഖലകൾ പ്രതിസന്ധിയിൽ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കച്ചവടക്കാർ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിടുന്ന വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഭയത്തോടെ. കെട്ടിടം പുതുക്കി പണിയാൻ അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് പരാതി. മഴ പെയ്താൽ
കമ്പ്യൂട്ടറുകളും മറ്റു വിലപ്പെട്ട രേഖകളും നനയാതെ സൂക്ഷിക്കാൻ പെടാപ്പാടുപെടുകയാണ് ജീവനക്കാർ. വില്ലേജ് പുതുക്കി പണിയുന്നത് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ വിപത്തായിരിക്കും ഫലമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.